സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയും വരുണും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് അത് കയ്യോടെ മുത്തശ്ശിയും അമ്മയും എല്ലാവരെയും കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കൽപ്പനയും ഗൗതമും ഒക്കെ. എന്നാൽ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. ഈ സമയം മലമുകളിൽ നിന്ന് കാശിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുമായിരുന്നു പ്രിയങ്കയും വരുണും കൂടി ചേർന്ന്. അങ്ങനെ പെട്ടെന്ന് പ്രിയങ്ക താഴെ നിൽക്കുന്ന വീട്ടുകാരെല്ലാവരെയും കാണുവാണ്. അവരെ കാണുന്നതും അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ പ്രിയങ്കയും വരണം കൂടി അവർക്ക് മുമ്പിൽ അഭിനയം നടത്തുവാണ്. പ്രിയങ്ക സന്തോഷത്തോടെ താഴത്തേക്ക് ഓടി വരുവാണ്. പിന്നാലെ വരണം വരുവാണ്. അങ്ങനെ പ്രിയങ്കയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് പ്രിയങ്ക മുത്തശ്ശിയൊക്കെ കാണുന്നത് പോലെ അവരുടെ മുമ്പിലിരുന്ന് അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ട് എല്ലാവരും നാണത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി കൽപ്പനേനെയും ഗൗതമിനെയും മാറ്റി നിർത്തി അവർക്ക് രണ്ടാൾക്കും നല്ല വാണിംഗ് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കേണ്ടത്? അതുകൊണ്ട് മേലാലിനി അവരെക്കുറിച്ച് ഇല്ലാത്തോരോ കഥകളും പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. പിന്നീട് കാണിക്കുന്നത് രാധിക ഇത്രയും പെട്ടെന്ന് തന്നെ വിവാഹം വേണമെന്ന് വീണ്ടും അച്ഛനോട് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണേന്. അന്നേരം ദേവൻ രാധിക ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, മോള് വിഷമിക്കേണ്ട, നല്ല കുടുംബത്തിലേക്കാണ് മോള് മരുമക്കളായിട്ട് കയറി ചെല്ലാൻ പോകുന്നത്. ജീവമോനും മോൻ്റെ അമ്മയൊക്കെ എത്ര നല്ല ആൾക്കാരാണെന്നറിയോ? മോളെന്ന് പറഞ്ഞ ജീവനാണ്. ഇതുപോലെ ഒരു നല്ല ബന്ധം കിട്ടുന്നത് ഭാഗ്യമല്ലേ? അങ്ങനെ ഒരു ബന്ധം കിട്ടുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നത് നല്ലത്. മോള് വിഷമിക്കേണ്ട. ദൈവം പറയുക, എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് കടുംബകളൊക്കെ ആരും ഉണ്ടാവില്ലെന്ന വിഷമമാണോ? അങ്ങനെയാണെങ്കിൽ മോള് വിഷമിക്കുന്നു വേണ്ട. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് മോളുടെ കഴുത്തിൽ താലി വീഴുന്നതിന് മുമ്പ് അവരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അത് കേട്ട ടെൻഷനോട് കൂടി നിൽക്കുവാണ് രാധികയും യശോദയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ തോന്നുവാണ്. അങ്ങനെ രാധികയുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുക. വരുൺ അങ്ങനെ ഫോൺ എടുത്ത് രാധികയെ വിളിക്കുന്നുണ്ട്. ഈ സമയം വരുണിൻ്റെ കോൾ കാണുന്നതും രാധിക വല്ലാതെ ടെൻഷനോട് കൂടി ഫോണും കൈ പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പൂജാമുറി ചെന്ന് കണ്ണൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാധികേനെയാണ്. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന വരുൺ കെട്ടിയ താലിയുണ്ടല്ലോ അതെടുത്ത് നോക്കി സങ്കടപ്പെട്ട് രാധിക കരയുവാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന് കണ്ണനോട് കരഞ്ഞപേക്ഷിക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് വരുണും പ്രിയങ്കയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയണേ, എന്തായാലും എന്നെ പറഞ്ഞു വിടാൻ പോകുക, അപ്പോൾ പിന്നെ ഇനി ഞാനിത് ചുമക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കഴുത്തിൽ കിടന്നിരുന്ന താലിയുണ്ടല്ലോ അത് പൊട്ടിച്ച് ദൂരേക്ക് വലിച്ചെറിയുവാണ്. ഈ സമയം അവിടെ മറഞ്ഞു നിന്നുകൊണ്ടിരുന്ന കൽപ്പന ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കൽപ്പന ഓടിച്ചെന്ന് അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. മുത്തശ്ശി, അവർ തമ്മിൽ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആരുമില്ലാതിരുന്ന സമയത്ത് അവർ തമ്മിൽ വീണ്ടും വഴക്കിട്ടു. എന്നിട്ട് പ്രിയങ്ക അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ചരടുണ്ടല്ലോ അത് പൊട്ടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നോക്ക്, അവളുടെ കഴുത്തിൽ ആ ചരടുണ്ടാവില്ല. അതേക്കുന്നത് മുത്തശ്ശി പറയുക, കൽപ്പനെ ജയിക്കാൻ വേണ്ടി എന്തും പറയാമെന്ന് കരുതരുത്. ഞാൻ പറയുന്നത് വിശ്വാസമായി കാണില്ലല്ലേ? വാ, രണ്ടാളും എൻ്റെ കൂടെ വാ, എന്നിട്ട് വന്ന് നേരിട്ട് എന്നെ കണ്ട് ബോധ്യപ്പെടും എന്ന് പറഞ്ഞ് അവർ രണ്ടാളെയും കൂട്ടി വരുണിൻ്റെ പ്രിയയുടെ അടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്